ജോണച്ചായൻ അവിടെ കിടന്ന് എന്നാ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ച കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ. മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം. എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ ഉണ്ടല്ലോ വക്കീലെ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അച്ചായൻ്റെ ബില്ലിൽ മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് 1-2 ക്ലോസ് ഉണ്ട്. അതൊന്ന് മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം എന്താ? ഓ, അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? അതെ, നമുക്ക് അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. എനിക്ക് 1-2 നല്ല വീടുകളുണ്ട്. മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ. ഞാൻ വിളിക്കാം. ഓക്കെ, മതി. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ? എത്ര നാളിങ്ങനെ സാധിക്കും? പിന്നെ ഒന്നുമില്ലാതെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയ എൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ തന്നെ പോകാൻ ബെല്ല് റെഡിയാണോ? ഇനി അതും പോട്ടെ, എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം? നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതിനു വേണ്ടി അച്ചായനെ കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ സത്യം പറഞ്ഞ ഈ ബെല്ലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നാളൊരു കാലത്ത് സ്വത്തിന് വേണ്ടി നീ എന്നെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ. അപ്പം നമ്മുടെ പ്ലാൻ മാറ്റുമല്ലേ? അതൊക്കെ നിന്റെ ടെൻഷൻ കണ്ടപ്പോഴേ ഞാൻ ഉപേക്ഷിച്ചു. അല്ല, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതെ, എൻ്റെ നിവർത്തികേട് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് ബെല്ലിന് മനസ്സിലായില്ലേ? അച്ഛൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ. ഞാൻ നാളെ വരാം. കഞ്ഞിയായില്ലേ? ആ, ദാ അച്ഛനുള്ള കഞ്ഞി. ഇത് അച്ചായനുള്ളതാണോ? അതെ, അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നേ. ഇതൊക്കെ കഴിച്ച അച്ചായൻ ബാക്കിയുണ്ടാവോ? ഉണ്ടാവില്ലായിരിക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ ബെല്ലിനോട് ചോദിച്ചതല്ലേ വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. നീയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. ഇനി ഏതായാലും 5-8 മാസം കൂടി അച്ഛൻ ഉണ്ടാവുള്ളൂ. ഇതാവുമ്പോൾ ആരും അറിയാത്ത കാര്യങ്ങൾ കുറച്ച് നേരത്തേക്ക് ഇട്ടുവരിക്കും. പ്രശ്നമാവത്തില്ലേ? ഏയ്
നമ്മൾ അച്ഛനെ നന്നായി നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വക്കീലിനും അത് ബോധ്യപ്പെട്ടതല്ലേ. ഏയ് അധികം ആലോചിക്കണ്ട, ചൂട് പോ, ചെല്ല് കൊണ്ടു കൊടുക്ക, ചെല്ല്. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ എന്തെങ്കിലും കടുങ്ങ ചെയ്തു പോവും. എന്താ എന്തു പറ്റി? അവര് വരുന്നുണ്ടോ? കേസ് നടത്താനത് ഞാനില്ല. എനിക്കിനി വീട്ടിൽ തീരെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയോ ഞാൻ എന്താഗ്രഹിച്ചാലും അവസാനം ആരെങ്കിലും വന്ന് തട്ടിപ്പറിച്ചുണ്ടോ? ആരും തട്ടിക്കൊണ്ടുപോകാനൊന്നും വരുന്നില്ല. ഈ പറഞ്ഞ നിന്നെ
ചേച്ചി കൊണ്ടുപോകില്ലേ? ഞാനതൊക്കെ എപ്പോഴേ വിട്ടതാ. എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? വാ, മതി കരഞ്ഞത്. നമുക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം. വാ. ഒന്ന് മുഖം കഴുകിക്കോ. ഒരു സെക്കൻഡ്. സെലീന മാഡം കുറച്ചുകൂടെ ധൈര്യശാലിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബെല്ലൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. അപ്പം എനിക്ക് എന്ത് സമാധാനം അറിയോ?